നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം ഫയലിംഗ് തുടങ്ങി. 11.2 കിലോമീറ്റർ പാതയിലുണ്ടാവുക 10 സ്റ്റേഷനുകൾ. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനം അതിവേഗം മുന്നോട്ട് പോകുകയാണെന്ന് മന്ത്രി P. രാജീവ്. കലൂർ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള നിർമ്മാണത്തിന്റെ പൈലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ നിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. 11.2 കിലോമീറ്റർ ആകാശപാതയുടെയും 10 സ്റ്റേഷനുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കാനുള്ള കരാർ നേടിയിരിക്കുന്നത് അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. നിർമ്മാണം പൂർത്തിയാക്കാൻ 600 ദിവസമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റേഷനുകളുടെ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി കവാടങ്ങളുടെ നിർമ്മാണ ജോലികൾ നേരത്തെ ആരംഭിച്ചിരുന്നു. SFIക്കെതിരെ തെറ്റായ പ്രചാരവേല നടത്താൻ മാധ്യമങ്ങൾ മത്സരിക്കുന്നു, സംഘടന വേട്ടയാടപ്പെടുന്നു. MV ഗോവിന്ദൻ. SFIയെ മാധ്യമങ്ങൾ വേട്ടയാടുന്നുവെന്നും CPIMനെതിരെ മാധ്യമങ്ങൾ തെറ്റായ പ്രചാരവേല നടത്തുന്നുവെന്നും വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SFIക്കെതിരായ പ്രചാരവേലയ്ക്ക് മാധ്യമങ്ങൾ മത്സരിക്കുന്നുവെന്നാണ് MV ഗോവിന്ദന്റെ വിമർശനം. SFI പാരമ്പര്യത്തെ തള്ളിക്കളഞ്ഞ് ഏതെങ്കിലും കോളേജിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് SFIയെ തകർക്കാനാണ് ശ്രമം നടക്കുന്നത്. SFIയിൽ ചില ചെറിയ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അവരത് പരിഹരിച്ചു പോകും. SFIക്കെതിരായ ബിനോയ് വിശ്വത്തിന്റെ വിമർശനങ്ങൾക്ക് താൻ പദാനുപദ മറുപടി നൽകുന്നില്ലെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടയം ലഭിക്കാത്ത ഭൂമികളിലെ കൃഷിനാശത്തിനും ഇനി മുതൽ ആനുകൂല്യം ലഭിക്കും. കൃഷിമന്ത്രി. പട്ടയമില്ലാത്ത ഭൂമിയിൽ തർക്കങ്ങളൊന്നുമില്ലാതെ വർഷങ്ങളായി കൃഷി ചെയ്യുന്ന ദീർഘകാല വിളകൾക്ക് നിബന്ധനകൾ പ്രകാരം പ്രകൃതിക്ഷോഭം കാരണമുള്ള കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരത്തിന് സർക്കാർ ഉത്തരവായെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് അറിയിച്ചു. സംസ്ഥാനത്തുണ്ടായ കടുത്ത ഉഷ്ണതരംഗവും വരൾച്ചയും കണക്കിലെടുത്ത് മേൽപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുവാൻ കഴിയും വിധം എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കുവാനുള്ള തീയതി ജൂലൈ 31 വരെ ദീർഘിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു. ജനങ്ങൾക്ക് ആവശ്യമുള്ളതിന് മുൻഗണന. സ്പിരിച്വൽ ടൂറിസം പദ്ധതി മനസ്സിലുണ്ടെന്ന് സുരേഷ് ഗോപി. തൃശൂരിന്റെ വികസനത്തിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി ഇല്ലെന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനാണ് മുൻഗണനയെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. തൃശൂർ കുറ്റിപ്പുറം പാത വൈകുന്നതിന്റെ കാരണം കോൺട്രാക്ടർമാരോടാണ് ചോദിക്കേണ്ടതെന്നും തന്നെ ഏൽപ്പിച്ച ജോലി തന്റെ അച്ഛനും അമ്മയ്ക്കും വരെ തൃപ്തികരമായ രീതിയിൽ നിർവഹിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഇടിമുറികൾ ഇല്ല, പരിശോധിക്കാം, വിദ്യാർത്ഥികളോട് ചോദിക്കാം. PM ആർഷോ. കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഇടിമുറിയില്ലെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് PM ആർഷോ. ഞങ്ങൾ മാധ്യമങ്ങളെ ക്യാമ്പസുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു, പരിശോധിക്കാം, വിദ്യാർത്ഥികളോട് ചോദിക്കാം. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ വിധേയപ്പെട്ടു പോകരുത്. വസ്തുത മനസ്സിലാക്കണം. ചരിത്രം അറിയില്ല എന്നാണ് പല നേതാക്കളുടെയും വിമർശനം. ഞങ്ങൾ ചരിത്രം പഠിക്കുന്നുമുണ്ട്, പ്രവർത്തകർക്ക് പഠിപ്പിക്കുന്നുമുണ്ട്. വിമർശനങ്ങളെ പോസിറ്റീവായി കാണുന്നു. എന്നാൽ വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തലവെച്ച് കൊടുക്കരുതെന്നും PM ആർഷോ പ്രതികരിച്ചു. KSRTC ബസിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് തെറിച്ചു വീണു. വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ഡോർ തുറന്ന് +2 വിദ്യാർത്ഥി പുറത്തേക്ക് തെറിച്ചു വീണു. തിരുമല AMHSലെ +2 വിദ്യാർത്ഥി സന്ദീപിന് ഗുരുതര പരിക്കേറ്റു. സന്ദീപ് തെറിച്ചു വീണിട്ടും ബസ് നിർത്താതെ പോയെന്ന് പരാതി. നാട്ടുകാരും മറ്റു വാഹന യാത്രക്കാരും ചേർന്ന് ബസ് സമീപത്ത് തടഞ്ഞിട്ടു. സന്ദീപിന്റെ പിതാവ് സതീഷ് കുമാർ മലയൻകീഴ് പോലീസിൽ പരാതി നൽകി.
ബ്രിട്ടൻ പാർലമെന്റിൽ ആദ്യ മലയാളി സാന്നിധ്യം ലേബർ പാർട്ടിയുടെ സോജൻ ജോസഫ് വിജയിച്ചു. ബ്രിട്ടനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മലയാളിക്ക് വിജയം. ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായ ആഷ്ഫോർഡ് മണ്ഡലത്തിൽ മത്സരിച്ച കോട്ടയം സ്വദേശി സോജൻ ജോസഫ് വിജയിച്ചു. ബ്രിട്ടീഷ് മുൻ ഉപപ്രധാനമന്ത്രിയും കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡാമിയൻ ഗ്രീനിനെയാണ് സോജൻ ജോസഫ് പരാജയപ്പെടുത്തിയത്. 49-കാരനായ സോജൻ ജോസഫ് കോട്ടയം കൈപ്പിട സ്വദേശിയാണ്. നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ രാഷ്ട്രീയത്തിലും സജീവമാകുകയായിരുന്നു. ഇന്ത്യയിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം 2001-ലാണ് സോജൻ ജോസഫ് ജോലിക്കായി ബ്രിട്ടനിലെത്തുന്നത്. ആശാപ്രവർത്തകർക്കായി 55 കോടി അനുവദിച്ചു ധനമന്ത്രി. NHM-നും ആശാപ്രവർത്തകർക്കുമായി 55 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പദ്ധതിയിലെ കേന്ദ്രവിഹിതം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ NHM ജീവനക്കാരുടെ ശമ്പള വിതരണം അടക്കമുള്ള കാര്യങ്ങൾക്കായാണ് 45 കോടി രൂപ അനുവദിച്ചത്. ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വിതരണത്തിന് 10 കോടിയും നൽകി. മഴ മുന്നറിയിപ്പിൽ മാറ്റം. 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകൾക്കാണ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തെ 6 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നിലവിലുള്ളത്. മഴ മുന്നറിയിപ്പിനൊപ്പം ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. നിലവിൽ സംസ്ഥാനത്തെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.